മഹാനായ സയ്യിദ് അവറുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അസ്സലാമലൈക്കും. ഞങ്ങളിപ്പോ ഈ 300ാമത്തെ എപ്പിസോഡ് സന്തോഷമുള്ള എപ്പിസോഡ് തന്നെയാണ്. ഞങ്ങളിപ്പോ കോരി ധരിച്ചുകൊണ്ടാണ് ഞാനിത് പറയണേ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എലനക്കിപ്പട്ടിയുടെ ചിറിനക്കികൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. അതെ, AP സമസ്തയിലെ ചില മുസ്ലിയാക്കന്മാർ നൂറെ ഹബീബി ആറ്റക്കോയ എന്ന ആത്മീയ ചൂഷകനെതിരെ തുടരെ വീഡിയോകൾ ഇറക്കിയതോടെ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയാകുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ എലനക്കിപ്പട്ടിയുടെ ചിറിനക്കികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ അവരുടെ നേതാവായ നാറ്റക്കോയയെ വെളുപ്പിക്കാൻ വേണ്ടി വല്ലാണ്ട് മെനക്കെടുന്ന രംഗം കണ്ടു. അതിനു മുമ്പ് നമുക്ക് നാറ്റക്കോയയുടെ വാലാട്ടുകൾ ഇറങ്ങാൻ കാരണമായിട്ടുള്ള വീഡിയോയിലുള്ള മുസ്ലിയാര് നാറ്റക്കോയയോടും അയാളുടെ മജ്ലിസിൽ പോയിരിക്കുന്ന ആളുകളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് പറയാനുള്ളത് രണ്ട് ടീമുകളോടാണ്. ഈ നൂറ ഹബീബ് തങ്ങൾ എന്ന് പറയുന്ന ചങ്ങാതിയോടും പിന്നെ ഈ മജ്ലിസിനൊക്കെ പോയിരുന്ന് ഈമാൻ കളയുന്നവരോടും. ആദ്യം മൂപ്പരോട് തന്നെ പറയട്ടെ, എൻ്റെ പൊന്ന് സഹോദര, കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കണം. ഒരു മനുഷ്യനാവുമ്പോഴേ കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ ഇല്ലെങ്കിൽ വളരെ മോശമല്ലേ അല്ലേ? ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇത്ര ആഭാസകരമായ രീതിയിൽ സംസാരിക്കലൊക്കെ അയ്യയ്യേ വളരെ മോശമല്ലേ, വളരെ മോശമല്ലേ? അതെ, വളരെ മോശമാണ്. ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിതന്മാർ കറാമത്തായും മഹത്തമായും ഒക്കെ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും കേൾക്കുമ്പോൾ മൂക്കത്ത് കൈവച്ചു പോകും. പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ വളർച്ചയും ഈ ഉയർച്ചയും അതുപോലെ തന്നെ ഈ ദറജയും ഒക്കെ ഉയരാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഒരു ദിവസം സാഹിബിന്റെ ഞാൻ കണ്ടാണ് മഹാനവറുകൾ അല്ലാഹു അവർത്ത് ദർജ കൊടുക്കട്ടെ, ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ആ ചുരുട്ടിങ്ങനെ മിനിറ്റ് ആ കോളാമ്പിൽ ഇങ്ങനെ കൂടിക്കിടക്കുക. വാ, അത് വൃത്തിയാക്കിയാണ്. അതെടുത്ത് പൂർണ്ണമായും കുടിച്ചതിന് ശേഷം 15ഓളം ദിവസം ബോധം കെട്ട് വീണുകെന്നും വൃത്തിയാക്കിയ ഇത് നമ്മളെ ശേഖുനെ ചെയ്തതാ, ഞാനൊന്നുമല്ല, ഇങ്ങനെ എത്തിയിട്ട് ഞാനൊന്നുമല്ല. അങ്ങനെ അത് ആ ചുരുട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം, കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും ടോപ്പിലെ പരീക്ഷയായിരുന്നു. അത് മുഴുവനും കുടിച്ച് അങ്ങനെ അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായിപ്പോയി. ഈ ചുരുട്ടല്ലേ പുകലല്ലേ 8 ദിവസം കഴിഞ്ഞിട്ട് ആ ബോധം തെളിഞ്ഞു. ഒരു ഗ്ലാസ് പാലെടുത്തെടുത്ത് കുടിക്കാൻ പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് ശൈഖുനയുടെ ഏറ്റവും വലിയ ഉയർച്ച. പിന്നീട് ബോധം വന്നു. അതിനുശേഷമാണ് വെച്ചടി കയറ്റമുണ്ടായത് എന്നൊക്കെ മുസ്ലിയാക്കന്മാർ സ്റ്റേജുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. ഉളുപ്പില്ലാത്ത വർഗം ഉദരപൂരണത്തിന് പാമര ജനതയെ പറ്റിക്കാൻ എന്തും പറയുമല്ലോ. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നാറ്റക്കോയുമായി ബന്ധപ്പെട്ടും നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയരുക തന്നെ ചെയ്യും. നമുക്ക് ഓരോ മുസ്ലിയാക്കന്മാരുടെയും ന്യായങ്ങൾ കേൾക്കാം. ഹബീബ് കുടുംബത്തിലുള്ള മാന്യ സഹോദര സഹോദരന്മാരെ, ബഹുമാന്യരായ നൂറെ ഹബീബ് തങ്ങളെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിലായി പല പ്രചരണങ്ങളും വീഡിയോകളിലും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് അന്വേഷിക്കുമ്പോൾ അതെല്ലാം പൊള്ള വാദങ്ങൾ മാത്രമാണെന്ന് ബോധ്യപ്പെടുകയും ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു തലപ്പാവ് ധരിച്ച ഒരു മൊയ്ലേര് വന്ന് നൂറെ ഹബീബ് തങ്ങളുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടി എന്ന ക്യാപ്ഷനിൽ ഒരു വീഡിയോ ചെയ്തതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് അധ്വാനിക്കാതെ ജീവിക്കാനുള്ള നല്ലൊരു അവസരമായി നിങ്ങളത് കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സുഖകരമായ ജീവിതത്തിന് വിലങ്ങുതടിയായി ചില മുസ്ലിയാക്കന്മാർ വരുന്നു എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് കൂട്ടത്തോടെ നിങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ബഹുമാന്യരായ സയ്യിദ് അവറുകളുടെ പ്രവർത്തനങ്ങളും സയ്യിദ് അവറുകളുടെ ജീവിത രീതികളും സ്വഭാവങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ ഹക്ക് എന്താണെന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. എന്ത് ഹക്കാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്? അയാൾ 1-ാം നമ്പർ ഫ്രോഡാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചില അന്തം കമ്മികൾ ഇയാളുടെ പിന്നാലെ കൂടുന്നു.
പിന്നെ ഇസ്ലാമിനെ കുറിച്ച് തീരെ ധാരണയില്ലാത്ത സാധാരണക്കാരായ പാവങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുന്നുണ്ട്. അതിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അവർക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ല. മതം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ തന്നെ അവരെ ചൂഷണം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഹക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ബാത്തിലിന്റെ കൂടെ നിലനിൽക്കുകയാണ് നിങ്ങളുടെ ഉപജീവന മാർഗമായിക്കൊണ്ട്. എന്തൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റും മുസ്ലിയാക്കന്മാരെ? എന്നിട്ടും നിങ്ങൾ എന്തിനാണ് നാണമില്ലാതെ ഇത്തരം ഫ്രോഡുകളുടെ പിന്നാലെ കൂടുന്നത്? ഉളുപ്പില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ന്യായീകരിക്കാൻ വേണ്ടി? അതുകൊണ്ട് കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മഹാന്മാരായ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുകയും, ഇവിടെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കണ്ട എന്നൊന്നും ആരും പറയുന്നില്ല. അഹ്ലുബൈത്തിന്റെ പേരും പറഞ്ഞ് പാമര ജനതയെ പറ്റിക്കുന്നതിനെയാണ് ഞങ്ങൾ പറയുന്നത്. അവരെ കൂടെ നിൽക്കുകയും ചെയ്താൽ നമ്മുടെ ആഖിറം രക്ഷപ്പെടുമെന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടുമെന്നല്ല പറയേണ്ടത്. ഞങ്ങളുടെ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന കുറെ മുസ്ലിയാക്കന്മാരുണ്ടാ, അവരുടെയൊക്കെ ദുനിയാവ് രക്ഷപ്പെടുമെന്ന് പറ മുസ്ലിയാരെ. നന്മകൾ കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിന് ഞങ്ങൾ എന്തെങ്കിലും നന്മ കാണണ്ടേ? ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഓരോ ഉടായ്പകൾ കാട്ടുകയാണല്ലോ നിങ്ങളുടെ നാറ്റക്കോയ എന്ന് പറയുന്ന ആ വൃത്തികെട്ട മനുഷ്യൻ. മഹാനായ സയ്യിദ് അവറുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തിട്ടില്ലേ, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്? അതാരും എടുത്ത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം കൊടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. എന്തിന് പ്രോത്സാഹനം കൊടുക്കണം? നിങ്ങളും നിങ്ങളുടെ നേതാവായ നാട്ടക്കോയയും കൂടി പാമര ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കണം. ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില പൊടിക്കൈകൾ എന്ന പോലെ ചില ആളുകൾക്കും ചില സ്ഥാപനങ്ങൾക്കും ചില സംഘടനകൾക്കും നിങ്ങൾ പാമര ജനതയെ പറ്റിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് കുറച്ച് പണം നൽകി സഹായിച്ചു എന്ന് പറയുന്നത് വലിയ സാലിഹായ സൽക്കർമ്മമായി ഞങ്ങളൊക്കെ പറഞ്ഞു നടക്കണം എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഒരാളുടെ എന്തെങ്കിലും ന്യൂനത മാത്രം അന്വേഷിച്ച് നടക്കുന്ന, ഇത് ഞങ്ങൾ അന്വേഷിച്ച് നടക്കുമെന്നല്ല, ഞങ്ങൾ ഇത് കാണുകയല്ലേ നമ്മുടെ മുമ്പിൽ ലൈവായി വന്നുകൊണ്ട് നിങ്ങളുടെ നേതാവ് കാട്ടിക്കൂട്ടുകയാണല്ലോ. 2 വർഷമല്ല മക്കളുണ്ടാവൂല ഡോക്ടർമാർ എഴുതിയ കേസുകളാണ്. നൂറെ ഹബീബേ, അത്ഭുതങ്ങളാണ്. ഇത് അത്ഭുതങ്ങളെ കലവറയാണ്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ എന്തന്വേഷിച്ച് നടക്കുന്നു എന്നാ പറയുന്നത്? നിങ്ങളുടെ മുസ്ലിയാര് ലൈവിൽ വന്നുകൊണ്ട് പല കോപ്രായങ്ങളും ചെയ്തു വെക്കുകയാണല്ലോ, വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണല്ലോ പബ്ലിസിറ്റിക്ക് വേണ്ടി. അസ്സലാമലൈക്കും. ഞങ്ങളിപ്പോ ഈ 300ാമത്തെ എപ്പിസോഡ് സന്തോഷമുള്ള എപ്പിസോഡ് തന്നെയാണ്. ഞങ്ങളിപ്പോ കോരി ധരിച്ചുകൊണ്ടാണ് ഞാനിത് പറയണേ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി, എൻ്റെ അമ്മാവന്റെ മരുമകളും കൂടിയാണ്. അവൾ 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവായി കണ്ടിട്ടുണ്ട്. തങ്ങളിപ്പോ 2 വരെ ചെറുതായി വന്നിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് ടെസ്റ്റ് ചെയ്തത്. തങ്ങളിപ്പോ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാച്ചിട്ടാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയണില്ല. ഞങ്ങളിപ്പോ അത്ഭുതമാണ് തങ്ങളിപ്പോ. മാഷാ നിങ്ങൾ കേട്ടോ? അതൊക്കെ തിരിഞ്ഞു കുത്തുമ്പോൾ ഇങ്ങനെ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇത്തരം തലപ്പാവുധാരികളെ സമൂഹം മനസ്സിലാക്കുകയും അവരെ കരുതിയിരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. ഇത് നിങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ആത്മീയ മജ്ലിസിന്റെ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് അവിടെ തടിച്ചുകൂടി ആളുകളോടൊക്കെ പറയേണ്ടതാ, നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ ഒക്കെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളെ പോലെയുള്ള തലയിക്കെട്ടുകാരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന്. ഇനി അടുത്ത വിദ്വാൻ വരട്ടെ. 100 ചില്ലാനോളം എത്തിയ മക്കളെ, സാധുക്കളായ, അതിന് 3 മാസം പ്രായം വരെയുള്ള ചില കുട്ടികൾ വരെ ഉണ്ട്. ആ കുട്ടികളെ പോലും സ്വന്തം ഉപ്പാൻ്റെ പോലെ അവർക്ക് വേണ്ട 1 മാസത്തെ അവരുടെ ചെലവുകൾ, അവരുടെ ബുക്കുകൾ, അവിടെ എല്ലാതും നോക്കി, അതുപോലെ തന്നെ എത്രയോ എത്തിമക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്ത്. അപ്പോൾ അതൊക്കെ ഈ കുടുംബം നൽകിയ ഈ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നേതൃത്വം നൽകുന്ന ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ വലിയൊരു ചാരിറ്റി നൽകുന്ന വലിയൊരു അമലാണ്. അപ്പോൾ അതുകൊണ്ട് സഹായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈയൊരു മജ്ലിസ് എന്തുകൊണ്ടും
എല്ലാവർക്കും ഇതിന് ഹൈറായ ഒരു കാര്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് മതത്തിന്റെ ആത്മീയ ചൂഷകന്മാരെയും പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ രീതിയിലുള്ള പല കാര്യങ്ങളും പല രൂപത്തിലും കാണാൻ വേണ്ടി സാധിക്കും. നാറ്റക്കോയ ചെയ്യുന്ന ചില കാര്യങ്ങൾ എത്തീം മക്കളുടെ വാപ്പയൊക്കെ ആയിട്ടാണ് മുസ്ലിയാർ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നാറ്റക്കോയ എന്ന് പറയുന്ന 1-ാം നമ്പർ ഫ്രോഡ് പാമര ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരം പല ഏർപ്പാടുകൾ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. ഒരുപാട് ആളുകളെ സഹായിക്കുന്നു എന്ന് കാണിക്കുകയാണ്. അതിന്റെ മറവിൽ കോടികളാണ് മറിക്കുന്നത്. അതൊക്കെ ഏത് അന്നം തിന്നുന്നവനും അറിയാം. ഇത് മുമ്പൊക്കെ ഈ ആത്മീയ തട്ടിപ്പ് നടത്തിയ ആളുകളൊക്കെ പയറ്റിപ്പോന്ന കാര്യങ്ങളാണ്. എന്നാൽ എത്തീം മക്കളെ പോറ്റുകയും അത്തരം സ്ഥാപനങ്ങൾ നടത്തുകയും ഒരുപാട് സംഭവങ്ങൾ പല നാടുകളിലായി ഉണ്ട്. അവരും ഈ രീതിയിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടൊന്നുമല്ല ഇത്തരം ഏർപ്പാടുകൾ ചെയ്യുന്നത്. കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കള്ളത്തരത്തെ വെളുപ്പിച്ചെടുക്കാൻ കഴിയില്ല മുസ്ലിയാരെ. നിങ്ങളും നിങ്ങളുടെ നേതാവും ചെയ്തു കൂട്ടുന്നത് ആത്മീയ ചൂഷണമാണ്. അതിനെതിരെയാണ് ആളുകൾ സംസാരിക്കുന്നത്. അതല്ലാതെ എത്തീം മക്കളെ പോറ്റുന്നതിനെ കുറിച്ചോ എത്തീം മക്കളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചോ എത്തീം മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ കുറിച്ചോ എത്തീം മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നതിനെ കുറിച്ചോ അല്ല. അതിന് നിങ്ങൾ ചാരിറ്റി എന്ന രീതിയിൽ മറ്റു പല പ്രവർത്തനങ്ങളും ചെയ്യാം. എന്തിനാണ് വിശ്വാസത്തെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? വിശ്വാസത്തെ എന്തിന് ചൂഷണം ചെയ്യുന്നു? എന്തിന് ഇത്തരം മജ്ലിസുകൾ ഉണ്ടാക്കുന്നു? ഇതിനെക്കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത്. കോടികളാണ് ഇതിലൂടെ സമ്പാദിക്കുന്നത്. ആ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് വിഹിതം പറ്റി ജീവിക്കുന്ന നിങ്ങൾ ഇതുപോലെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അത് മനസ്സിലാക്കുക. ആഖിറം രക്ഷപ്പെടാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ആഖിറം രക്ഷപ്പെടാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. പക്ഷേ സ്വലാത്ത് കച്ചവടം നടത്തുന്നതിനെയാണല്ലോ ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാർ ഇത്തരം എരപ്പാളികളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി വല്ലാണ്ട് മെനക്കെടുമ്പോൾ മുസ്ലിം സമൂഹം നിങ്ങളെപ്പോലെയുള്ള ആളുകളെ കരുതിയിരിക്കേണ്ടത് തന്നെയാണ്. ഞാൻ സയ്യിദ് റബി അമാനിയാണ്. അതിന് ഞങ്ങൾ എന്ത് വേണം? ഞാൻ റമീൽ അബ്ദുള്ളയാണ്. പറഞ്ഞോ. തങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്താണോ പറയാനുള്ളത്? തങ്ങന്മാരെ കുറ്റം പറയണമെന്ന് അല്ലെങ്കിൽ ഒരാളെയും കുറ്റം പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല. തങ്ങന്മാരെ ഞങ്ങൾ ആരും കുറ്റം പറയാൻ വന്നില്ലല്ലോ. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എന്താണാവോ പറയാനുള്ളത്? അഹ്ലു ബൈത്തിനെ കുറ്റം പറയാതെ അവരെ നമ്മൾ മുറുകെ പിടിക്കാം. അഹ്ലു ബൈത്തിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ലെന്നേ. അവരെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ നമ്മൾ നിൽക്കരുത്. അവരെ നമ്മൾ പിടിച്ചോ നമ്മൾ വിജയത്തിലെത്തും. അവരെ ഞങ്ങൾക്ക് മുറുകെ പിടിക്കാം. പക്ഷെ ഈ നാറ്റക്കോയനെ ഞങ്ങൾ എങ്ങനെ മുറുകെ പിടിക്കും? അവരെ നമ്മൾ ചീത്ത പറഞ്ഞോ നമ്മൾ പരാജിതരാകും. ഞങ്ങൾ അവരെ ആരും ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ നിൽക്കുന്നില്ല ഭായി. അപ്പൊ അതിനും നമ്മൾ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയം വേണം. അതിന് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് അള്ളാഹു അവരെ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ വിജയത്തിലെത്തും. പക്ഷെ വ്യാജന്മാരെ ഞങ്ങൾ എങ്ങനെ പിടിക്കും? പ്രവാചകന്റെ കുടുംബ പരമ്പര പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പോരിശ വല്ലാണ്ട് പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് കറാമത്തിന്റെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങിപ്പുറപ്പെട്ട് മതവാണിഭം നടത്തുന്ന പുരോഹിതനെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ? എങ്ങനെയാണ് ഇത്തരം ഫ്രോഡുകളുടെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ ആഖിറം രക്ഷപ്പെടുക? ഒരിക്കലും രക്ഷപ്പെടില്ല. ആഖിറവും നഷ്ടപ്പെടും, ദുനിയാവും നഷ്ടപ്പെടും. നിങ്ങളെ പോലെയുള്ള കുറെ മുസ്ലിയാക്കന്മാർ ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവർ പാമര ജനതയെ പറ്റിച്ചുണ്ടാക്കി നിന്ന് വിഹിതം പറ്റി സുഖലോലുപരായി ജീവിക്കാമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. രാവിലെയും വൈകുന്നേരം നടക്കുന്ന മജ്‌ലിസ് നിങ്ങൾ കേൾക്കുക, അത് കാണുക. ഞങ്ങളെ കൂടെ നിങ്ങളും മജ്‌ലിസിലിരിക്കുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊക്കെ അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാം. ഞങ്ങളുടെ വിയർപ്പിന്റെ അസുഖവും മാറിക്കിട്ടും എന്നും കൂടെ പറ ഖുറാഫി. സഹോദരങ്ങളെ, തുടർന്നും സംസാരിക്കുന്ന മുസ്ലിയാക്കന്മാരൊക്കെ ഇതേ രീതിയിൽ പല ന്യായങ്ങളും പറയുകയാണ്. എന്നാൽ മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ വന്ന് സംസാരിക്കാനുണ്ടായ പ്രധാന കാരണം അത് നമുക്ക് കൃത്യമായി അറിയാം. മുസ്ലിയാക്കന്മാരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആത്മീയ ചൂഷകനായ നൂറെ ഹബീബി നാറ്റക്കോയ ഇത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇവരൊക്കെ ജോലിക്ക് പോകേണ്ടി വരും. ഇവർ പഴയ പോലെ അധ്വാനിക്കേണ്ടി വരും. സുഖലോലുപരായി ജീവിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ടേക്ക് പറ്റില്ല എന്നുള്ള ബേജാറിൽ നിന്നാണ് ഇത്തരം മുസ്ലിയാക്കന്മാരൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത്തരം ആത്മീയ ചൂഷണം നടത്തുന്ന പുരോഹിതന്മാരെയും ഈ പുരോഹിതന്മാരുടെ വാലാട്ടുകളായി നടക്കുന്നവരെയും നാം കരുതിയിരിക്കുക. പണത്തിന് വേണ്ടി ഈ വൃത്തികെട്ടവന്മാർ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കുകയില്ല. ഇവർക്ക് മതമല്ല പ്രശ്നം, ഇവരുടെ പ്രശ്നം ഇവരുടെ ആമാശയവും പോക്കറ്റും മാത്രമാണ്. അതുകൊണ്ട് നാം കരുതിയിരിക്കുക, ഇത്തരം പുരോഹിതന്മാരുടെ ഫിത്നയിൽ നാം വിട്ടുപോകരുത്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെടുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.